കേരളത്തിലെ ചുമട്ടുതൊഴിലാളികൾ കേരളത്തിലെ ജനങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അങ്ങാടികളിലും തെരുവോരങ്ങളിലും ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ എല്ലാം പരിസരങ്ങളിലാണ് ഈ തൊഴിലാളികൾ പ്രധാനമായിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ചുമട്ടുതൊഴിലാളി ക്ഷേമ പദ്ധതി പ്രകാരം 26A കാർഡുള്ളവരാണ് ഈ തൊഴിലാളികൾ. തൊഴിലാളി ആര് എന്നുള്ളത് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചില ഉടമകൾ കോടതിയിൽ കേസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഈ സ്ഥിരമായി അംഗീകാരമുള്ള ഈ തൊഴിലാളിയുടെ ജോലി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നിഷേധിക്കപ്പെടുന്നു. ഇവിടെ ഈ തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. സർ, ഒരു കാര്യം കൂടി ഞാൻ ഈ സഭയുടെ ശ്രദ്ധപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഈ കേരളത്തിൽ 5000 വളണ്ടിയർമാരെ നമ്മുടെ സംസ്ഥാനത്ത് ദുരന്തമുഖങ്ങളിൽ സേവനം നടത്തുന്നതിന് വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിച്ച് അവർക്ക് ഈ സ്റ്റേറ്റിന് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിവരികയാണ്. എറണാകുളത്തത് നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അങ്ങനെയുള്ളൊരു വിഭാഗം ഏത് ദുരന്തമുഖത്തും ഈ തൊഴിലാളികൾ സജീവമായിട്ട് ഇടപെടുന്നവരാണ്. ആ തൊഴിലാളികൾക്ക് നിലവിലുള്ള ജോലിക്ക് സംരക്ഷണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സംരക്ഷണത്തിന് നേരെ ഭീഷണി നേരിടുന്നു. ഈ പ്രശ്നത്തിൽ തൊഴിലാളികൾക്ക് ജോലിക്ക് സംരക്ഷണം നൽകുന്നതിന് ഗവൺമെൻറ് ആവശ്യമായ നിയമനിർമ്മാണം ഉണ്ടാക്കി തൊഴിലാളികളെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ സബ്മിഷൻ. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. സാർ, മറുപടി ചുരുക്കി പറഞ്ഞാൽ മതിയാവും തോന്നുന്നത്. ബഹുമാനപ്പെട്ട മുൻ മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളോട് ഗവൺമെൻറ് യോജിപ്പാണ് ഉള്ളത്. സംസ്ഥാനത്തിൻ്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിനെ പ്രതികൂലമായി ബാധിക്കാത്ത തരത്തിൽ നിലവിൽ ബോർഡിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനാവശ്യമായ നിയമ ഭേദഗതി വരുത്തുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ പരിശോധിക്കുന്നതാണ്.